നമസ്കാരം. ജൂൺ 4-ന് ശേഷം രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ കണ്ടുപിടിക്കാനുള്ള യാത്ര നടത്തേണ്ടി വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരിഹാസം. നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് ആകില്ല എന്ന കാര്യം അമിത്ഷാ ആവർത്തിച്ചു. ഹരിയാനയിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 4 ഘട്ടം പിന്നിട്ടപ്പോഴുള്ള സ്ഥിതി സംബന്ധിച്ച ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ BJP ഇതിനോടകം 270 സീറ്റുകളിൽ അധികം നേടിക്കഴിഞ്ഞെന്ന് അമിത്ഷാ മറുപടി നൽകിയിരുന്നു. അടുത്ത 3 ഘട്ടങ്ങൾ കൂടി കഴിയുമ്പോൾ BJP 400 സീറ്റ് കടക്കുമെന്നും കോൺഗ്രസ് 40 കടക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കോൺഗ്രസിന്റെ രാജകുമാരൻ രാഹുൽ ബാബ ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു. ജൂൺ 4-ന് ശേഷം രാഹുൽ ബാബയ്ക്ക് കോൺഗ്രസിനെ കണ്ടുപിടിക്കാനുള്ള യാത്ര നടത്തേണ്ടി വരും. ബൈനോക്കുലർ വച്ച് നോക്കിയാൽ പോലും കോൺഗ്രസിനെ കാണില്ല എന്നും അമിത്ഷാ പറഞ്ഞു. ഒരു വശത്ത് വെള്ളിക്കരണ്ടിയുമായി ജനിച്ച രാഹുലും മറുവശത്ത് ദരിദ്ര കുടുംബത്തിൽ ജനിച്ച പ്രധാനമന്ത്രി മോദിയുമാണെന്നും അമിത്ഷാ റാലിക്കിടെ പറഞ്ഞു. ഇന്ത്യയിൽ ചൂടുകൂടുമ്പോൾ രാഹുൽ തായ്ലൻഡിലേക്കും ബാങ്കോക്കിലേക്കും പോകും. തൻ്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ. ജൂൺ 4-ന് ഫലം വന്ന ശേഷം ജൂൺ 6-ന് രാഹുൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുമെന്നും അമിത്ഷാ പറഞ്ഞു. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഒരു പരിപാടിക്കിടെ പ്രകടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ 4 ഘട്ടങ്ങളിൽ തന്നെ നരേന്ദ്രമോദി 270 സീറ്റ് നേടിക്കഴിഞ്ഞുവെന്നും BJP 400ലേക്കുള്ള കുതിപ്പിലാണെന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് 40 സീറ്റ് പോലും കിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിലെ റൂർക്കേലയിൽ നടന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലാലു പ്രസാദ് യാദവിന് 4 സീറ്റ് പോലും കിട്ടില്ല എന്ന കാര്യവും അമിത്ഷാ പരിഹാസരൂപേണ പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞ 380-ൽ 270 സീറ്റുകൾ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം നേടിയെന്ന് തനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. 400 എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഒഡീഷയും ഇക്കുറി BJP നേടും. ഇരട്ടമാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞ ഒഡീഷ ഇത്തവണ കാവിക്കൊടിയേന്തും. അങ്ങനെ ഒഡീഷയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അണുബോംബ് പ്രയോഗിക്കും എന്നുള്ള കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്ക് അമിത്ഷാ വീണ്ടും മറുപടി നൽകി. ഇത് മോദി സർക്കാരാണെന്നും അണുബോംബിനെ കണ്ട് പേടിക്കുന്നവരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. POK തിരിച്ചെടുക്കുമെന്നും അമിത്ഷാ ആവർത്തിച്ചു. ശനിയാഴ്ച ഝാൻസിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്.